അങ്ങനെ ഹീറോയും നടന്ന കാര്യം കഥ പറഞ്ഞായിരുന്നു. അത് കേട്ട് ജങ്കുക്ക് ഒരുപാട് സാഡായി. ഇതാണ് നടന്നത് കാര്യം പറഞ്ഞു. ശരി, ഓക്കെ, ആരാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിനെ പീറ്റേഴ്സ് മെമ്പർക്ക് ഇഷ്ടമാണ്. ഗോസ്റ്റിക്ക് മനസ്സിലായി. ഗോസ്റ്റ് പറഞ്ഞു അതെ ഹീറോയിനോട് ഇഷ്ടമുണ്ട് കാര്യം പറഞ്ഞു. അത് അങ്ങനെ ഹീറോയിനും വീട്ടിൽ പറഞ്ഞ അതെ ഇങ്ങനെ അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് നടന്നു 47 കൂടെ. കുറച്ച് കഴിഞ്ഞ് ഹീറോയുടെ ഫ്രണ്ട്സൊക്കെ എല്ലാവർക്കും ഒക്കെ മാരേജ് ആയിരുന്നു. ഹീറോമാർക്ക് മാരേജ് ആയതിന് ഹീറോയിക്കിൻ്റെ ഫ്രണ്ട്സ് മാരേജ് ഓരോ നാൾ 7 ബാക്കി ഗേൾസൊക്കെ മാരേജ് ചെയ്യിപ്പിച്ച് അങ്ങനെ ഹീറോയി ഭയങ്കര ഹാപ്പി ആയിരുന്നു കൂടെ. ഇപ്പോൾ ഹീറോയ്ക്ക് ബേബീസ് ഉണ്ട്. പിന്നെ ബേബീസ് പറയാൻ തുടങ്ങി 8 ബേബീസാണ്. ഒരു ഗേൾ ബേബി, 7 ബോയ്സ്. ഫസ്റ്റ് ബോയ്സ് ബേബി, ഗേൾ ബേബി. പറയാൻ തുടങ്ങി മോം എങ്ങനെയായിട്ട് ഗോസ്റ്റ് പറഞ്ഞ ഗേൾ ഇപ്പോൾ ഓടി വന്നു ഹാക്ക് ചെയ്ത് ഹീറോയിനെ. അതെ ഇപ്പോൾ അവൾക്ക് ശരിയായിരുന്നു. ഹീറോയിൻ പറയാൻ തുടങ്ങി ഇപ്പം എങ്ങനെയുണ്ട് ആ എന്ത് പറയാ ഇപ്പം ആ ഗേൾക്ക് ഇപ്പോൾ പ്രശ്നമില്ല, നോർമലായി. ഒരു കാര്യം എൻ്റെ ഒരു പറയാനുണ്ട്. ഇങ്ങനെ ഹീറോയി ചോദിച്ചു എന്താ. ഞാൻ ഉറങ്ങിയപ്പോൾ എൻ്റെ സോൾ വറുത്ത് ചെയ്യുന്നു. എന്താ ഇത്? ഡോക്ടർ പറഞ്ഞു എന്ന് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എനിക്കും അതുപോലെ ഓർമ്മ ഇരിക്കുന്നു ഹീറോയ്ക്ക്. അപ്പോൾ എനിക്കൊരു പവർ മതി. അതെ ഞാനിപ്പോൾ ഈ ജീവനുണ്ട്. ഞാൻ ഉറങ്ങിയ മാത്രം എൻ്റെ സോൾ മാത്രം വർക്ക് ചെയ്യൂ. എനിക്ക് എപ്പോൾ വേണം ബോഡിക്ക് പോവാം. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി. ഇത് കേട്ട് ജംഗിൾ ഷോക്ക്. എന്ത്, ഇതൊരു പവറുണ്ടാ? അതെ അങ്ങനെയായിട്ട് പറയാമെന്ന് ഹീറോ ഇങ്ങനെ ജോലിയായി സംസാരിച്ചായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഒരു ഗേൾ വന്നു, ഫാത്തിമാത്ത്. ഹായ് മച്ചി. എന്താ നീ എത്തിയോ? അതെ അതല്ല നിങ്ങൾക്കൊരു കാര്യം പറയണ്ടു. അവൻ വന്നു. ആരാ എന്നെ പറഞ്ഞത്? അത് കേട്ട് ഷോക്കായി. അതെ അവർ വന്നായിരുന്നു. അത് എനിക്ക് ഞാൻ ഫോട്ടോ എൻ്റെ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. നീ ഫോട്ടോ പറഞ്ഞ അവൻ്റെ ഫോട്ടോ എനിക്ക് കിട്ടിയായിരുന്നു. അത് ഗോസ്റ്റ് പറയായിരുന്നു. ഞാൻ അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വെച്ചായിരുന്നു. നിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ട് ഞാൻ അയച്ചതായിരുന്നു. ഗോസ്റ്റ് പറഞ്ഞു ഞാൻ തന്ന ഫോട്ടോ ആണോ? അതെ അവർ വന്നിരുന്നു. ഇപ്പോൾ അവരെല്ലാവരും കൊറിയയല്ല ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് പോവാം. അങ്ങനെ എല്ലാവരും ഇന്ത്യക്ക് വന്നു. അങ്ങനെ ഹീറോമാരെല്ലാം പ്ലാൻ ചെയ്യുന്നു. ഓക്കെ എന്ന് പറഞ്ഞു അവരെല്ലാവരും ഇന്ത്യക്ക് വന്നു. അത് ആ ഗേള് ശരി ഇതാണ് എൻ്റെ റിവെഞ്ച്. അങ്ങനെ ഗോസ്റ്റ് അവൾ ഉറങ്ങി അവളെ സോള് വെളിയിൽ വന്നു വില്ലൻ വന്നകത്ത്. വീട് എന്തോ അവളെ കൊന്നു കാണാം. അങ്ങനെ ഗോസ്റ്റ് ഒരു ബാരർ ഗേളായിട്ട് മാറി നല്ല ക്യൂട്ടായിട്ട് പാട്ട് പാടി ഇങ്ങനെ വെളിയിൽ പോകുന്നത് ഈ വില്ലനെ കണ്ടു. വില്ലൻ വാവ് അവളെ കണ്ട് സുന്ദരിയായിട്ടുണ്ടല്ലേ. അങ്ങനെ വില്ലൻ ഫോളോ ചെയ്ത് വരാൻ തുടങ്ങി. വില്ലന് വാടാ എന്ന് പറഞ്ഞ് വില്ലനെ മുണക്കിച്ചത്. അങ്ങനെ വില്ലൻ വന്ന് നോക്കുമ്പോൾ ഒരു ഹൗസ് മതി, വലിയൊരു കാട് മതി ആ പ്ലേസിക്ക്. ടെറർ അങ്ങനെ ഗോസ്റ്റായിട്ട് മാറി അവനെ നെക്ക് പിടിച്ചു വാടാ എന്ന് പറഞ്ഞു. പിന്നെ അവളെ ഒറിജിനൽ വീട് കാട്ടി. ഗോസ്റ്റ് കണ്ടിട്ട് നീ എപ്പടി തിരിച്ചു വന്നു, ഇന്നലെ കൊന്നത്. അങ്ങനെ പിടിച്ച് അവനെ പിടിച്ച് നെക്കി അങ്ങനെ ഗോസ്റ്റ് പറയുന്നതാണ് എന്നടാ എന്നെ കൊന്നു കളഞ്ഞാൽ. അങ്ങനെയായിട്ട് അവനെ തയ്ക്കാൻ തുടങ്ങി. അവനെ ആർക്ക് കാണാൻ പറ്റില്ല. അവിടെ ക്യാമറയുടെ പറടാ സത്യം പറയും ഞാനാണ് കൊന്നത്. അങ്ങനെയായിട്ട് ഫുൾ വീഡിയോസിൽ പിടിച്ചു. അങ്ങനെയായിട്ട് അവനവിടേക്ക് മയങ്ങി വീണു. അങ്ങനെ ഗോസ്റ്റ് പിന്നെ ഹീറോയി ക്യാമറ കട്ട് ചെയ്തു. പിന്നെ ആ ബോഡിക്ക് പോയിക്കോന്ന് പറഞ്ഞു ഹീറോയി. ശരി അങ്ങനെയായിട്ട് ബോഡിക്ക് പോവായിരുന്നു. എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ ഗോസ്റ്റിക്ക് മനസ്സിലായി. ഇപ്പോൾ വേണ്ട പോകുന്നത്. അങ്ങനെയായിട്ട് കുറച്ച് ഗുണ്ടേഴ്സ് എല്ലാം വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി പറഞ്ഞു. അങ്ങനെ ഗോസ്റ്റായിട്ട് പറഞ്ഞ ഗേൾ പറയാൻ തുടങ്ങി ഇത് ഞാൻ നോക്കിക്കോളാം. അങ്ങനെ എല്ലാവരും അടിച്ച് മയക്കി. അങ്ങനെ ഇപ്പോൾ പ്രശ്നമില്ല. അങ്ങനെ ബോഡിക്ക് പോയി അവനെ പോലീസിക്ക് പിടിച്ചു കൊടുത്തു. അവൻ എന്തെല്ലാം ചെയ്ത് പിന്നെ അവനക്ക് ഇല്ലേ അവൻ സത്യമല്ല പറഞ്ഞത് ഫുൾ വീഡിയോ ആയിട്ട്. പിന്നെ അവനക്ക് ഗോസ്റ്റായിട്ട് മാറിയിട്ട് ഒരു ഇഞ്ചക്ഷനെ കുത്തി അവനക്ക് എല്ലാം മറന്നു പോയി. അവൻ്റെ കുട്ടികൾ മാറി വലിയ ഭ്രാന്തന്മാരി കുട്ടികൾ അവർ പോലീസ് ഭ്രാന്തന്മാർ കേൾക്കുന്ന മാതിരി അവനക്കൊരു ഇഞ്ചക്ഷൻ വെച്ച് അവൻ തെറ്റി ഇനി ജയിലിൽ ഇറങ്ങി അവനെ ബൈക്ക് ടോർച്ച് ചെയ്ത് എന്താക്കുന്നത്. എന്നിട്ട് അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വില്ലനിക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു. പാതി അവനക്ക് ഓർമ്മ ഒറ്റക്കൊക്കെ ഓർമ്മ വരില്ല. അത് കുറച്ച് വില്ലനിക്ക് ഒന്നും നടക്കുന്ന ഓർമ്മയില്ലായിരുന്നു. അതിനായിട്ട് കുറേ വർഷം കഴിഞ്ഞ് ഹീറോയിൻ്റെ കുട്ടികൾ വളർന്നു വലുതായി. ഇപ്പോൾ ഹീറോയ്ക്ക് കുട്ടികളെല്ലാം അങ്ങനെ ഇപ്പോൾ ഓഫീസ് ബിസിനസ് എല്ലാം നോക്കാൻ തുടങ്ങി. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം വളർന്നു വലുതായി. ഇപ്പോൾ കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ വില്ലനിക്ക് ജ്ഞാപകം വരാൻ തുടങ്ങി. ഇപ്പോൾ വില്ലൻ വയസ്സായി വില്ലന് കണ്ണാടി പോയിട്ട് വില്ലന് ഷോക്കായി. അപ്പോൾ എനിക്ക് വയസ്സായി. ഇപ്പം എനിക്ക് ഓർമ്മ വന്നതാ. അങ്ങനെ വില്ലൻ ടെൻഷനായി. ഇവളെ കണ്ടുപിടിച്ചാൽ അങ്ങനെ വില്ലൻ പോയി പ്ലേസ് കുറേ തുടങ്ങി. വില്ലനിൽ പണമില്ല. അങ്ങനെ വില്ലൻ ഇപ്പോൾ കൊള്ളയടിക്കാൻ തുടങ്ങിയായിരുന്നു. പണം എടുത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് വില്ലൻ വന്ന് കുറേ അടുത്ത് തേടി. വില്ലനിക്ക് എവിടെയാണ് ഉള്ളതും അറിയില്ലായിരുന്നു.
അതുമാത്രമല്ല വില്ലൻ ഇങ്ങനെയായിട്ട് വില്ലൻ്റെ ഒരു പഴയ ഫ്രണ്ടിന് കണ്ടുപിടിച്ച് വില്ലൻ ചോദിച്ചായിരുന്നു. വില്ലനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. വില്ലൻ ഒരു സീക്രട്ട് പറഞ്ഞു കൊണ്ട് വില്ലനോട് നടന്ന കാര്യം പറഞ്ഞു. അവർ ഇപ്പോൾ ഇവിടെ ഇല്ല, ഏതോ ഒരു വലിയ നാട്ടിലുണ്ട് എന്ന്. അങ്ങനെ വില്ലന് ഒരു ഇങ്ങനെ പോയായിരുന്നു. വില്ലനിക്ക് പോകാൻ അനുമതി ഇല്ലായിരുന്നു. പാസ്ബുക്ക് കയറിയിട്ട് പാസ്ബുക്കും ഇല്ല വില്ലനിക്ക് ടെൻഷനായിരുന്നു. വില്ലനിക്ക് ടെൻഷനായിരുന്നു. അങ്ങനെയായിട്ട് വില്ലനിക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയായിട്ട് വില്ലൻ അവിടെ അങ്ങനെയായിട്ട് അവനക്ക് ഇങ്ങനെ അസുഖം വന്ന് അവിടെ നിന്ന് അവന് ഡെഡ് ബോഡിയായി. അങ്ങനെ വില്ലനെ കൊണ്ട് ഫ്രണ്ട് എന്തൊരു കാര്യം അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ന്യൂസ് വന്നായിരുന്നു. ശരി ഓക്കെ വില്ലനിക്ക് വയസ്സായി. അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി, എന്തൊരു കഷ്ടമാണല്ലേ. അതെ അതെ എന്നെ പറഞ്ഞു. അതെ ഒരു കുട്ടികൾ പറയുന്നത് മോം നിങ്ങളെ സ്റ്റോറിയല്ല കഥയെല്ലാം സൂപ്പറായിട്ടുണ്ട്. അങ്ങനെയായിട്ട് കുട്ടികൾക്ക് കുട്ടികൾ പറഞ്ഞായിരുന്നു, ഇതാണ് എൻ്റെ ഗ്രാൻഡ് മാൻ്റെ ഇതാണ് എൻ്റെ അമ്മേൻ്റെ കഥ എന്നെ കുട്ടികളോട് പറയായിരുന്നു. അതെ ഇപ്പോൾ നോക്ക് ഹീറോയിൻ്റെ മോളാണ് സ്റ്റോറി പറയുന്നത്. അങ്ങനെ കുട്ടികളോട് പറയായിരുന്നു. മുത്തശ്ശി സൂപ്പർ സ്റ്റോറി അങ്ങനെയായിട്ട് എല്ലാവരും വന്നിട്ട് അവർ പറയുന്നത് അങ്ങനെ മുത്തശ്ശി അതെ എല്ലാവരും ഇപ്പോൾ ഹീറോ ഇല്ല, ഇപ്പോൾ ആരും ഇല്ല, എല്ലാവരും മരിച്ചായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട്സ് അവരില്ല. അവർ ഇങ്ങനെ ഒരു അതെ അവർ ഇങ്ങനെ ഓരോന്നേൽക്കുണ്ടായിരുന്നു. അതെല്ലാവരും പറയായിരുന്നു. അവർ ബുക്ക് എഴുതിയായിരുന്നു. ഹീറോയിൻ്റെ കുട്ടി മോളായിരുന്നു. ബാക്കി ബോയ്സിൽ വന്ന് എന്താടി അനിയത്തിയോട് പറയായിരുന്നു. അങ്ങനെയായിട്ട് പറയായിരുന്നു. സ്റ്റോറി ഇതാവുന്ന സ്റ്റോറി ആയിരുന്നു, റിയൽ സ്റ്റോറി ആയിരുന്നു പറഞ്ഞിട്ട് ഒരു സ്റ്റോറിനെ നോർമലായിട്ട് കാർട്ടൂണായിട്ട് മൂവിയായിട്ട് അങ്ങനെ ഫേമസ് ആയ പറയും. അങ്ങനെയായിട്ട് കുട്ടികൾക്ക് വിഷമമായിരുന്നു. ഉപ്പ ഉമ്മനെ ഭയങ്കര മിസ്സാവും ചെയ്യും. അത് മാത്രമല്ല ഹീറോയിൻ്റെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളെല്ലാവരും ഒക്കത്തെയാണ് ഇവിടെ ഉള്ളത്. അല്ല ആരവൻ്റെ മുമ്പ് പറയാം, എടാ ഞങ്ങളെ ഡാഡിയെല്ലാം മിസ്സാവുന്നല്ലേടാ. അതെ അതെ ഞങ്ങളിപ്പോൾ ബിസിനസ് മാൻ മാത്രമല്ല ഒരു ഐഡലായിട്ട് നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നത്. നമ്മുടെ ഐഡലായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്ക് സ്വത്തുണ്ടാക്കിയിട്ട് അവർ പോയി. അങ്ങനെ 7 പേര് അവർ 8 പേര് ആ ഡാഡിനെ ഓർത്ത് സാഡായിരിക്കും അറിയാമായിരുന്നു. അങ്ങനെയായിട്ട് അവർ ആകാശത്തിലിരുന്നിട്ട് ഒരുപാട് സാഡായിരുന്നു. കുട്ടികളെ ഇങ്ങനെ കഷ്ടപ്പെടുന്നല്ലേ. അങ്ങനെയായിട്ട് കുട്ടികൾ ഭയങ്കര അവരെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് ഹാപ്പി ഫാമിലി ആയിട്ട് അവർ സന്തോഷത്തിലിരിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹാപ്പി ഫാമിലി ആയിട്ട് അവർ ഹാപ്പി എൻഡിങ്.